വെൽക്കം ബാക്ക് ടു എൻചാൻഡഡ് ലേണിംഗ്. എൻചാൻഡഡ് സ്കൂൾ മാപ്പിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ ബിഹൈൻഡ് മൂവ്മെന്റ്സ് എന്ന പാഠഭാഗമാണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പരീക്ഷയൊക്കെ നമ്മുടെ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂല് എന്തൊക്കെയാണ് ആ പാഠഭാഗത്ത് മനസ്സിലാക്കുന്നത് അല്ലെ, ചലനത്തെ പിന്നിലുള്ള പാഠഭാഗത്തിൽ എന്തൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കണം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്കി പോർഷൻസിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ക്ലാസ് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജോയിന്റ്സ്, പലതരം ജോയിന്റ്സ്, ഡിഫറൻസ് ഓഫ് ജോയിന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞ് മനസ്സിലാക്കിയത് അല്ലെ. ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്, ബോഡി ഗ്രോത്തും ബോൺ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ബോഡി ഗ്രോത്തും ബോൺ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അപ്പൊ എങ്ങനെയാണ് ഒരു ബോഡി ഗ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ബോൺ ഡെവലപ്മെന്റ് ഗ്രോത്ത് അനുസരിച്ച് എങ്ങനെയാണ് ബോണിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. So here, while considering body growth and bone development, body growth ഉം bone development നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഗ്രോത്ത് ഡ്യൂറിംഗ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസെൻസ് ഇസ് അസോസിയേറ്റ് വിത്ത് സ്കെലിറ്റൽ സിസ്റ്റം. അതായത് നമ്മൾ ചൈൽഡ്ഹുഡും അതായത് അഡോളസെൻസ് സ്റ്റേജിലോട്ട് പോകുമ്പോഴും നമ്മുടെ ഗ്രോത്ത് ഏതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കുട്ടിക്കാലത്തും അതുപോലെ തന്നെ കൗമാര കാലഘട്ടത്തിലും വളർച്ച അസ്ഥിവ്യവസ്ഥയുടെ വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റുമായിട്ടാണ് ഗ്രോത്ത്, ബോഡിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച ബന്ധപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കുക. ഇനി അസ്ഥികളില് പ്രധാനമായിട്ട് സ്കെലിറ്റൽ സിസ്റ്റം ഡെവലപ്മെന്റ് ചെയ്യണമെങ്കിൽ അവിടെ ബോഡി ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ സ്കെലിറ്റൽ സിസ്റ്റം ഡെവലപ്മെന്റിനോട് കൂടിയാണ് ബോഡി ഗ്രോത്ത് ഉണ്ടാകുന്നത് മനസ്സിലാക്കി. അത് അസ്ഥി വ്യവസ്ഥയുടെ വികാസം ബന്ധപ്പെട്ടാണ് ശരീരത്തിൽ വളർച്ച ഉണ്ടാകുന്നത് കൗമാരഘട്ടത്തിലും അതുപോലെ കുട്ടിക്കാലത്ത്. ഇനി അതുപോലെ ഇത്തരത്തില് അസ്ഥികൾ വളർച്ച എത്തിച്ചേരേണ്ടതിന്റെ ആവശ്യകത എന്താ, അപ്പൊ അത്തരത്തിൽ അസ്ഥികൾ വളരുന്നത് അല്ലെങ്കിൽ ബോൺസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട്, ആ ബോൺസിൽ കാൽഷ്യം ഡെപ്പോസിഷന്റെ ആവശ്യമുണ്ട്. സോ കാൽഷ്യം ഷുഡ് ബി ഡെപ്പോസിറ്റഡ് ഇൻ ബോൺസ് ടു എൻഷുർ ദ ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ബോൺസ്. കാൽഷ്യം ഡെപ്പോസിഷൻ മസ്റ്റ് ആയിട്ട് വേണം. സ്കെലിറ്റൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ചാണ് ബോഡി ഗ്രോത്ത്. ബോഡി ഗ്രോത്ത് അസോസിയേറ്റ് വിത്ത് സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞു. which all stages in adolescence, in childhood as well as in adolescence. So childhood and adolescence, skeletal system is that is development of skeletal system is associated with the body growth. Then second point is here, for the development of the skeletal system, calcium should be deposited. This calcium deposition is necessary for the strengthening and growth of bones. That is for the strengthening and hardness of bones. Bones in the strengthening hardness in endine avashyamund calcium deposition avashyamund. So calcium deposition is needed, is essential to ensure the hardness and strength of bones. Then calcium can be obtained from the dairy products, that is from milk products, milk, yogurt, butter, etc. And from fish, leafy vegetables, and that also we can consume calcium in abundance from these products. So calcium can be got in abundance. We can consume calcium from the dairy products as well as from fish, then leafy vegetables, etc. So the next one, for the deposit, for the consumption of calcium should be absorbed. For that calcium should be absorbed by the body. Our body like calcium absorb ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. സോ വൈറ്റമിൻ ഡിയും ഇവിടെ സ്കെലിറ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബോഡിയിൽ കാൽഷ്യം അബ്സോർപ്ഷന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ ഡി ആണെന്ന് മനസ്സിലാക്കുക. സോ ഹിയർ the vitamin D that is responsible for the absorption of calcium. So during childhood as well as adolescence period, growth is associated with the skeletal system. First point. Then for the deposition for the that is for the development of skeletal system, that is essential. The mineral calcium is very essential, and that is deposited in bones to ensure the strength and hardness of bone. ബോണിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട് സ്കെലിറ്റൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ. ആ സ്കെലിറ്റൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് വഴിയാണ് നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. സ്കെലിറ്റൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ സ്കെലിറ്റൽ സിസ്റ്റത്തിലെ ബോൺസിന് എന്ത് വേണം, കാൽഷ്യം ഡെപ്പോസിഷൻ വേണം. കാൽഷ്യം ഡെപ്പോസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ബോൺസിന് ഹാർഡ്നെസ്സും സ്ട്രെങ്ത്തും നിലനിർത്താൻ സാധിക്കൂ. അപ്പൊ നമ്മൾ കാൽഷ്യം, ഫുഡ് റിച്ച് ഇൻ കാൽഷ്യം ഷുഡ് ബി കൺസ്യൂംഡ് ബൈ അസ്. ഏതൊക്കെയാണ് ആ ഫുഡ് റിച്ച് ഇൻ കാൽഷ്യം എന്ന് വെച്ചാൽ ഡയറി പ്രോഡക്ട്സുകൾ, മിൽക്ക്, യോഗർട്ട്, ബട്ടർ എല്ലാം, ഫിഷ്, അതുപോലെ ലീഫ് വെജിറ്റബിൾസ് എല്ലാം ഈ പറഞ്ഞ എന്താണ് കാൽഷ്യം റിച്ച് സബ്സ്റ്റൻസുകളാണ്. അതുപോലെ വൈറ്റമിൻ ഡി ഈസ് നെസസറി ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം. കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ വൈറ്റമിൻ ഡി ആവശ്യമാണ്. ഇതേപോലെ എങ്ങനെയാണ് വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നത്? ഇറ്റ് ഈസ് നോട്ട് സിന്തസൈസ്ഡ് വിത്തിൻ ദ ബോഡി. ഇറ്റ് ഈസ് നോട്ട്, വി കാൺ, മോസ്റ്റ് ഓഫ് ദ ഫുഡ് ഐറ്റംസ് ഡസന്റ് കണ്ടെയ്ൻ vitamin D. We have that is vitamin D is absorbed by our body, or it is synthesized within our body with the help of sunlight. സൺലൈറ്റിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. നമുക്ക് എല്ലാ ഫുഡ് സോഴ്സസിനും വൈറ്റമിൻ ഡി ലഭിക്കില്ല. So this vitamin D is necessary for the absorption of calcium, and for this natural production of vitamin D in the skin,
we have to engage for activities exposed to sunlight. So sunlight exposed to activities engage മാത്രമേ vitamin D നമ്മുടെ ശരീര സ്കിന്നിൽ ഡെവലപ്പ് ചെയ്യുള്ളൂ. ഇനി അതുപോലെ ചില സോഴ്സസ് ഓഫ് വൈറ്റമിൻ പറയുകയാണെങ്കിൽ എന്താണ് എഗ്, then fishes like mackerel, sardine, etc. are sources of vitamin D. വൈറ്റമിൻ ഡിയുടെ സോഴ്സുകൾ എന്ന് പറയുന്നത് എഗ് ഉണ്ട്, അതുപോലെ ഫിഷസ് ലൈക്ക് മാക്രൽ ആൻഡ് സാർഡിൻസ് എല്ലാം വൈറ്റമിൻ ഡിയുടെ റിച്ച് സോഴ്സ് ആണ് മനസ്സിലാക്കുക. ഇനി നമ്മൾ പ്രോട്ടീനും എന്തിന്റെ ആവശ്യമാണ്, ബോൺ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള മറ്റൊരു എന്താണ് എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻ ആണ് ഇത് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രോട്ടീൻ ഇസ് ഓൾസോ നെസസറി ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ബോൺസ്. And proteins, you can consume those proteins from which are food items, it is from meat, then peas, beans, etc. are source of protein. Meat, അതുപോലെ beans, peas, ഇതെല്ലാം പ്രോട്ടീന്റെ സോഴ്സ് ആണ് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ ലഭിക്കും. So നമ്മുടെ ഡയറ്റിൽ you have to include these factors or these proteins as well as these minerals for the proper development of a skeletal system. And thus growth is possible. So if that is as this age advances, that the age കൂടുന്നതനുസരിച്ച് bone density എന്തെങ്കിലും കുറഞ്ഞു വരും, bone density decrease ചെയ്യും. അങ്ങനെ bone density decrease ചെയ്യുമ്പോൾ bones weaker ആകുകയും and fracture ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ബോൺസിന്റെ ഡീഗ്രഡേഷൻ പരമാവധി പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി ബോൺസ് അത് നശിച്ചു പോകുന്നത് പരമാവധി പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്രീഷ്യൽ ഡയറ്റ് ആണ്, അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഡയറ്റ് ആണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്. ന്യൂട്രീഷ്യസ് ഡയറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ പ്രിവെന്റിംഗ് ദ ഡീഗ്രഡേഷൻ ഓഫ് ബോൺസ്. ബോൺസ് ഡീഗ്രഡേഷൻ പ്രിവെന്റ് ചെയ്യാൻ നമ്മുടെ ന്യൂട്രീഷ്യൽ ഡയറ്റ് ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോഡി ഗ്രോത്ത് ആൻഡ് ബോൺ ഡെവലപ്മെന്റ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ്. ദാറ്റ് ഈസ് the body growth in childhood as well as adolescence is connected with the skeletal system. അപ്പൊ skeletal system ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ ആ ഡെവലപ്മെന്റിലൂടെ മാത്രമേ ബോഡി ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. സോ ഹിയർ കാൽഷ്യം ഡെപ്പോസിറ്റ് is an essential factor for the development of skeletal system. And the calcium development, calcium deposition, where is to be deposited? എവിടെയാണ് കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്? ബോൺസിലാണ്. ബോൺസിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബോൺസ് becomes more strengthened and harder. Then food rich in calcium. Which are the food rich in calcium? All dairy products as well as fish, vegetables, etc. are abundant in calcium. Then for the absorption of calcium, vitamin D is very necessary. And this vitamin D, we have natural vitamin D. We get vitamin D by means of exposing by doing certain activities exposed to sunlight. Sunlight exposed to activities ചെയ്യുന്നത് naturally നമുക്ക് vitamin D കിട്ടും. അല്ലാതെ വൈറ്റമിൻ ഡിയുടെ സോഴ്സസ് എന്ന് പറയുന്നത് എഗ്, മാക്രൽ, സാർഡിൻസ് ഇതിലെ ഫിഷസ് നിന്നൊക്കെ വൈറ്റമിൻ ഡി കിട്ടും. അതുപോലെ തന്നെ പ്രോട്ടീൻസ്, ഏതൊക്കെ പ്രോട്ടീൻസ്? മീറ്റ്, ബീൻസ്, പീസ്, ഇതിനൊക്കെ പ്രോട്ടീൻസ് നമുക്ക് കിട്ടും. ആ പ്രോട്ടീൻസ് എന്തിന്റെ ആവശ്യമാണ്? സ്കെലറ്റൽ സിസ്റ്റം ഡെവലപ്മെന്റിന് വളരെ ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നു. അതുപോലെ തന്നെ ഏജ് അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് ബോണിന്റെ ഡെൻസിറ്റി കുറയുന്നു. അപ്പൊ അവിടെ ബോണിന്റെ ഡീഗ്രഡേഷൻ ഉണ്ടാകുന്നു. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യുന്നതിന് ന്യൂട്രീഷ്യസ് മീൽ ഫോളോ ചെയ്യണമെന്ന് മനസ്സിലാക്കി. അപ്പൊ അതാണ് ബോൺ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? അത് കുട്ടിക്കാലത്തെയും കൗമാരത്തെയും വളർച്ച അസ്ഥിവ്യവസ്ഥ വികാസവും ബന്ധപ്പെട്ടിരിക്കുന്നു. അസ്ഥികൾ കാൽസ്യം എത്തിച്ചേരുന്നത് അസ്ഥികളുടെ കാഠിന്യവും ശക്തിയും ഉറപ്പുവരുത്തുന്നു. അതുപോലെ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? പാലും പാലിന്റെ ഉൽപ്പന്നങ്ങൾ, അതുപോലെ മത്സ്യങ്ങളും ഇലക്കറിയിലും എല്ലാം ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഈ കാൽഷ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതെന്നുള്ളത് വൈറ്റമിൻ ഡി ആണെന്ന് ഓർത്ത് വെക്കാം. ഈ വൈറ്റമിൻ ഡി ത്വക്കില് നമ്മുടെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ത്വക്കിന് ഉണ്ടാകുന്ന ഒരു വൈറ്റമിൻ ആണ്. അപ്പൊ അതായത് മറ്റ് വൈറ്റമിന്റെ എവിടെ നിന്നൊക്കെ ലഭിക്കാമെന്ന് വെച്ചാൽ ഫുഡ് സോഴ്സുകൾ അല്ലെങ്കിൽ ആഹാര വസ്തുക്കളായ മുട്ട, അതുപോലെ മത്സ്യങ്ങളായ മത്തി, അയല മുതലിയ മത്സ്യങ്ങളിൽ നിന്നൊക്കെ വൈറ്റമിൻ ഡി ലഭിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അസ്ഥി വികാസത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് വെച്ചാൽ പ്രോട്ടീൻ ആണ്. അത് എവിടെ നിന്നൊക്കെയാണ് പ്രോട്ടീന്റെ ഉറവിടങ്ങൾ എന്ന് പറയുന്നത്? ബീൻസ്, പയർ, ഇറച്ചി മുതലായ ആഹാര വസ്തുക്കളിൽ നിന്ന് പ്രോട്ടീൻ നമുക്ക് ലഭിക്കും. ഇനി നമ്മൾ പ്രായമാകുന്നതനുസരിച്ച് അസ്ഥികളുടെ സാന്ദ്രത കുറഞ്ഞു വരുന്നു. അങ്ങനെ സാന്ദ്രത കുറഞ്ഞു വരുമ്പോൾ അസ്ഥികൾ ദുർബലമാകി അവയ്ക്ക് പൊട്ടൽ ഉണ്ടാകുകയും ഒടിവുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഈ അസ്ഥികളുടെ ശോഷണം തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പോഷകാഹാരം കഴിക്കേണ്ട അത്യാവശ്യമുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഇത്ര മനസ്സിലാക്കളെ. അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്? മസിൽസ് ആൻഡ് എക്സസൈസ്. മസിൽസ്, അതിനു മുമ്പ് നമ്മള് പറഞ്ഞ മസിൽസും ബോൺസിന്റെയും കമ്പൈൻഡ് ആക്ഷൻ കൊണ്ടാണ് ബോഡി മൂവ്മെന്റ്സ് പോസിബിൾ ആകുന്നത്. സോ ബോഡി മൂവ്മെന്റ് ഈസ് പോസിബിൾ ബൈ ദ കമ്പൈൻഡ് ആക്ഷൻസ് ഓഫ് മസിൽസ് ആൻഡ് ബോൺസ്. ഇനി എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ബോൺസിനുള്ളതെന്ന് മനസ്സിലാക്കാം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ബോൺസ്?
ഒന്ന്, ഇറ്റ് പ്രൊവൈഡ്സ് ബോഡി എന്താണ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്. ബോഡിക്ക് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ബോൺസും മസിൽസും ആണെന്ന് ഓർത്ത് വയ്ക്കും. അപ്പൊ നോക്കിയ മക്കളെ, ബോൺസിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് പ്രൊവൈഡ്സ് ബോഡി സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്. ബോഡിക്ക് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് കൊടുക്കുന്നതാണ് ബോൺസിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് മനസ്സിലാക്കുക. അടുത്ത മക്കൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് സപ്പോർട്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ് വൈറ്റൽ ഓർഗൻസ്. അല്ലെ, നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റൽ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ബോണിന്റെ മറ്റൊരു ഫംഗ്ഷൻ. ആൻഡ് ഇറ്റ് അലോസ് ഫോർ മൂവ്മെന്റ്. മൂവ്മെന്റിന് സഹായിക്കുന്നത് ആരാണ്? ബോൺസ് ആണ്. Then it stores minerals like calcium. Calcium ഉള്ള മിനറൽസ് എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ബോൺസിലാണ് മനസ്സിലാക്കുക. Then these bones are the site of blood cell production. Blood cell production സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ബോൺസ് ആണ്. So bones provide body structural framework. അല്ലെങ്കിൽ ബോഡിക്ക് എന്താണ് ശരീരഘടന, ബോഡിയുടെ ശരീരഘടന നിയന്ത്രിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ബോൺസ് ആണ് മനസ്സിലാക്കുക. അപ്പോൾ ബോൺ ശരീരഘടന നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ ഇത് സപ്പോർട്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ് വൈറ്റൽ ഓർഗൻസ്. അതായത് നമ്മുടെ ആന്തര അവയവങ്ങളെ സപ്പോർട്ട് ചെയ്യും പ്രൊട്ടക്ട് ചെയ്യും അതിനെ ആന്തര അവയവങ്ങളെ സംരക്ഷിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അത് ബോൺസ് ആണ് മനസ്സിലാക്കുക. അലോസ് മൂവ്മെന്റ്, അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ചലനത്തിന് സഹായിക്കുന്നത് ആരാണ്? ബോൺസ് ആണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്റ്റോർ മിനറൽസ് ലൈക്ക് കാൽഷ്യം. കാൽഷ്യം പോലുള്ള ധാതുക്കളെ സംഭരിച്ചു വെക്കുന്നത് ബോൺസിലാണ് മനസ്സിലാക്കുക. ഇനി അതുപോലെ സൈറ്റ് ഓഫ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ. രക്തകോശങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? ബോൺസിലാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് ബോൺസിന്റെ ഫംഗ്ഷൻസ്. ഫംഗ്ഷൻസ് ഓഫ് ബോൺസ് ആണ് നമ്മളിപ്പോ മനസ്സിലാക്കിയത്. ക്ലിയർ ആയോ? അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്? നമ്മള് മസിൽസും എക്സസൈസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ അടുത്ത എന്താ മസിൽസും എക്സസൈസുമായിട്ടുള്ള ബന്ധം? എങ്ങനെയാണ് മസിൽസ് അല്ലെങ്കിൽ എക്സസൈസ് എങ്ങനെയാണ് മസിൽസിനെ സഹായിക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സസൈസ് ഹെൽപ്സ് ടു സ്ട്രെങ്തൻ മസിൽസ് ആൻഡ് ടു ഇൻക്രീസ് ദെയർ എഫിഷ്യൻസി. അതുപോലെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത എങ്കിൽ അത് പ്രവർത്തനം കൂട്ടുന്നതിനും സഹായിക്കുന്ന എക്സസൈസ് സഹായിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. എക്സസൈസ് ഹെൽപ്സ് ടു സ്ട്രെങ്തൻ മസിൽസ് ആൻഡ് ഇൻക്രീസ് ദെയർ എഫിഷ്യൻസി. ഇനി അതായത് എന്താണ് നമ്മള് എക്സസൈസ് എന്തിനു സഹായിക്കുന്നു? മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ എഫിഷ്യൻസി കൂട്ടുന്നതിനും സഹായിക്കുന്നു. ഇനി എത്തരത്തിലാണ് അത് സഹായിക്കുന്നത് നമുക്ക് നോക്കാം. ഓരോ ബോഡി പാർട്സിനെയും എങ്ങനെയാണ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് പേശീകോശങ്ങളുടെ ചലനം അല്ലെങ്കിൽ ചലനം നടക്കണമെങ്കിൽ പേശീകോശങ്ങളുടെ സഹായം വേണമെന്ന് പറഞ്ഞാൽ ചലനത്തിലൂടെ പേശീകോശങ്ങളുടെ സജീവത ഉറപ്പാക്കാം. അതായത് വ്യായാമം പേശികളെ ദൃഢമാക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ചലനത്തിലൂടെ പേശീകോശങ്ങളുടെ സജീവത ഉറപ്പാക്കാം. അതായത് ചലനം നടക്കണമെങ്കിൽ പേശീകോശങ്ങൾ അവിടെ എന്ത് ചെയ്യണം? ആ പേശീകോശങ്ങളുടെ കാര്യക്ഷമത കൂടും, അല്ലെ? അത് കറക്റ്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ പേശീകോശങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ചലനം ഇവിടെ നടക്കുകയുള്ളൂ. അപ്പൊ ചലനത്തിലൂടെ പേശീകോശങ്ങളെ സജീവത ഉറപ്പാക്കാം. ഇപ്പൊ കോശങ്ങൾ സജീവമാണോ എന്ന് നമുക്ക് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ജീവി ചലിക്കുന്നത് മനസ്സിലാക്കാം. അതിന്റെ പേശീകോശങ്ങൾ സജീവമാണോ അല്ലേ എന്ന്. അതുപോലെ തന്നെ പേശീകോശങ്ങളെ ദൃഢമാക്കുക അല്ലെങ്കിൽ ആ പേശികളെ ദൃഢമാക്കുകയും അതുപോലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും സഹായിക്കുന്നതിന് എന്താണ്? വ്യായാമം വ്യായാമം ഒരു വലിയ പങ്ക് വഹിക്കുന്നത് മനസ്സിലാക്കുക. അപ്പൊ വ്യായാമം പേശികളെ ദൃഢമാക്കുകയും അതുപോലെ തന്നെ പേശികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതും കൂടെ മനസ്സിലാക്കുക. അപ്പൊ അതാണ് നമ്മളെ മസിൽസും എക്സസൈസുമായി കണക്ട് ചെയ്ത് പറഞ്ഞ രണ്ട് കാര്യം. ഇനി എന്താണ് നമ്മൾ മനസ്സിലാക്കിയുള്ളത്? പേശികളുടെ വിവിധ ബോഡി ഭാഗങ്ങൾ, അതുകൊണ്ട് വ്യായാമത്തിലൂടെ ആ ശരീരഭാഗങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണെങ്കിൽ എന്തൊക്കെ എഫിഷ്യൻസിയാണ് കൂടുതൽ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, പാർട്സ് ഓഫ് ബോഡി. അവിടെ ലങ്സിന് എക്സസൈസ് കൊണ്ട് ആ ബോഡി പാർട്ടിന് എന്ത് ബെനിഫിറ്റ് ഉണ്ടാകും നോക്കാം. Vital capacity increases. So, as a result of exercise, lungs vital capacity increases. Gaseous exchange becomes efficient. Gaseous exchange efficient ആകും. അതുപോലെ vital capacity increase ചെയ്യും. എക്സസൈസ് കൊണ്ട് ലങ്സിന് എന്തൊക്കെ പ്രത്യേകതയാണ് ഉണ്ടാകുന്നത്? vital capacity increase ചെയ്യും. അപ്പൊ എന്താണ് vital capacity? Vital capacity means the total volume of air exhaled forcefully after a deep inhalation. അതായത് the total volume of air exhaled forcefully. അതായത് എത്രത്തോളം എയർ പുറത്തേക്ക് ശക്തിയോടെ പുറത്തേക്ക് വിടുന്നു, ഇതിനു ശേഷമാണ് ഒരു ഡീപ്പ് ഇൻഹേലേഷൻ ശേഷം. അതായത് നമ്മളൊരു ദീർഘമായ നിശ്വാസം, അതായത് ഉള്ളിലേക്ക് എയർ ഡീപ്പായിട്ട് എടുത്തതിന് ശേഷം പുറത്തേക്ക് എത്രത്തോളം വോളിയം ഓഫ് എയർ പുറത്തേക്ക് വിടുന്നു, അതിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്താണ്? the total volume of air exhaled forcefully after deep inhalation. അതായത് നമ്മൾ വലിയൊരു ശ്വാസം വലിയ ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് എത്രത്തോളം ശ്വാസം പുറത്തേക്ക് വിടുന്നു, അതിനെയാണ് ആ ലങ്സിന്റെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ?
the total volume of air exhaled forcefully after deep inhalation, അതാണ് vital capacity. അപ്പൊ എക്സസൈസ് ചെയ്യുമ്പോൾ ആ എക്സസൈസ് ചെയ്യുന്നതിലൂടെ ലങ്സിന്റെ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ലങ്സിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് അല്ലെ, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോയി ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും ചെയ്യുന്ന ഗേഷ്യസ് എക്സ്ചേഞ്ച് ലങ്സിൽ നടക്കുന്നുണ്ട്. അത് എഫിഷ്യന്റ് ആയിട്ട്, അത് വളരെ നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ലങ്സിൽ എക്സസൈസ് ഉണ്ടാകുന്ന ബെനിഫിറ്റ്. നെക്സ്റ്റ് വൺ, ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്. ഹാൻഡ്സ് ആൻഡ് ലെഗ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നത്, ഹാൻഡ്സ് ആൻഡ് ലെഗ്സിന്റെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യും ബൈ ദ വേ ഓഫ് എക്സസൈസ്. എക്സസൈസ് ചെയ്യുന്നതോടുകൂടി എന്താണ് ഹാൻഡ്സിന്റെ അതുപോലെ ലെഗ്സിന്റെ മസിൽസ് സ്ട്രെങ്തൻ ആകുകയും ചെയ്യും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്വാസകോശങ്ങളിലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, വ്യായാമത്തിന്റെ ഒരു പ്രയോജനം എന്തൊക്കെയാണ്, വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നു. അതായത് വൈറ്റൽ കപ്പാസിറ്റി എന്നാണ് നമ്മൾ ഗാഠമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തമായി നിശ്വസിക്കുമ്പോൾ പുറത്തു വരുന്ന വായുവിന്റെ ആകെ തുകയാണ് എന്ത് വിളിക്കുന്നത്, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഗാഠമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തമായി നിശ്വസിക്കുമ്പോൾ എത്രത്തോളം വായു നമ്മൾ പുറത്തേക്ക് വിടുന്നു അതിന്റെ ആകെ തുകയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് ശ്വാസകോശത്തിന് എക്സസൈസിലൂടെ അല്ലെങ്കിൽ വ്യായാമത്തിലൂടെ അത് ഇൻക്രീസ് ചെയ്യും, അത് കൂടും. അപ്പൊ എന്താണ് വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നു. ഇനി വാതക വിനിമയം അവിടെ കാര്യക്ഷമമായി നടക്കുന്നത് എക്സസൈസിന്റെ അല്ലെങ്കിൽ വ്യായാമത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഈ ഹാൻഡ്സിലും ലെഗ്സിലും നമ്മൾ പറഞ്ഞു എക്സസൈസിന്റെ ഭാഗമായിട്ട് മസിൽസ്, ഹാൻഡ്സിലും ലെഗ്സിലെ മസിൽസ് സ്ട്രെങ്തൻ ആകുന്നു. അതായത് കൈകളിലെയും കാലുകളിലെയും പേശികൾക്ക് ബലം കൂടുന്നു, അല്ലെങ്കിൽ പേശികൾ ദൃഢമാകുന്നു എക്സസൈസിലൂടെ അല്ലെങ്കിൽ വ്യായാമത്തിലൂടെ. അതായത് മസിൽസും ബോൺസും വിളിക്കണം. മസിൽസും ബോൺസിനും എക്സസൈസിലൂടെ എന്ത് സംഭവിക്കുന്നു, ഇറ്റ് വിൽ സ്ട്രെങ്തൻ മസിൽസ് ആൻഡ് ബോൺസ്. ബോൺസിനെയും മസിൽസിനെയും ബിൽഡ് ചെയ്യുകയും സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ എക്സസൈസ് ബോൺസ് ആൻഡ് മസിൽസിനെ ബിൽഡ് ചെയ്യുന്നു, അതുപോലെ മസിൽസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു, അതുപോലെ ബോൺസിനെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്നു. ഇനി ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ബോൺ ഗ്രോത്ത്. ബോൺ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എക്സസൈസിന്റെ സഹായം. ഇപ്പൊ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ബോൺ ഗ്രോത്ത് സ്റ്റിമുലേറ്റഡ്, ബോൺ ഗ്രോത്ത് വളരെ വേഗത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ബോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ് എന്നൊരു രോഗമാണ്. ആ ഒരു ഓസ്റ്റിയോപോറോസിസ് ഡിസീസിന്റെ റിസ്ക്, അതിന് നമുക്ക് ഡിസീസ് വരാതിരിക്കാനും അതുപോലെ ഫ്രാക്ചർ വരാതിരിക്കാനും എക്സസൈസ് സഹായിക്കുന്നു മനസ്സിലാക്കുക. അപ്പൊ ബോഡി പാർട്ട് മസിൽസിനും ബോൺസിനും എക്സസൈസിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ it builds and strengthens muscles and bones, then it stimulates bone growth, it increases bone density and reduces the risk of osteoporosis and fracture. മനസ്സിലായോ? അപ്പൊ മസിൽസിലും ബോൺസിലും അതായത് പേശികളിലും അസ്ഥികളിലും വ്യായാമത്തിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു, പേശികളും അസ്ഥികളും ബലപ്പെടുകയും അല്ലെങ്കിൽ അത് നിർമ്മിക്കപ്പെടുകയും ബലപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ അസ്ഥികളുടെ നിർമ്മാണം വളരെ വേഗത്തിൽ നടക്കുന്നു, അസ്ഥികൾ വളരെ വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്നു. അതുപോലെ തന്നെ അസ്ഥികളുടെ സാന്ദ്രത അല്ലെ കാഠിന്യം കൂടുന്നു. അതുപോലെ ആ കാഠിന്യം കൂടുന്ന ഫലമായിട്ട് പല അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, ഓസ്റ്റിയോപോറോസിസും ഫ്രാക്ചറും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ അതാണ് അവിടെ വ്യായാമത്തിന്റെ ഒരു ബെനിഫിറ്റ് നമ്മൾ മനസ്സിലാക്കുക. ഏത് ബോഡി പാർട്ടുമായി ബന്ധപ്പെട്ട് മസിൽസ് ആൻഡ് ബോൺസുമായി ബന്ധപ്പെട്ട് ബെനിഫിറ്റ് ഓഫ് എക്സസൈസ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് മനസ്സിലാക്കിയത്. അപ്പൊ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാണ്ട് അവിടെ നമ്മൾ ഹാർട്ടും ബ്ലഡ് വെസൽസുമായിട്ട് ആ ഒരു ബോഡി പാർട്ടിൽ എക്സസൈസ് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നു നോക്കാം. ഈ ഹാർട്ടും ബ്ലഡ് വെസൽസിന്റെ ബോഡി പാർട്ട് എക്സസൈസിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഒന്ന്, ഇത് സ്ട്രെങ്തൻ ഹാർട്ട് മസിൽസ്. എക്സസൈസ് ഹാർട്ട് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. and it allows it to pump blood more efficiently. അപ്പം ഹാർട്ട് മസിൽസ് സ്ട്രെങ്തൻ ആകുമ്പോൾ അതിലൂടെ ബ്ലഡ് എഫിഷ്യന്റ് ആയിട്ട് ഫ്ലോ അല്ലെങ്കിൽ പമ്പ് ചെയ്യാൻ സഹായിക്കുന്നു. In the exercise allows the heart to pump blood more efficiently. ഹാർട്ട് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു, അങ്ങനെ ഹാർട്ടിനെ ബ്ലഡ് പമ്പ് എഫിഷ്യന്റ് ബ്ലഡ് പമ്പ് ചെയ്യാൻ സഹായിക്കുന്നു. എന്താണ് എക്സസൈസിന്റെ ബെനിഫിറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കാം. ആൻഡ് ഇത് ലോവേഴ്സ് BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ലോ ചെയ്യുന്നത് എന്താണ് എക്സസൈസിന്റെ ബെനിഫിറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കാം. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസസ് റെഡ്യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന എക്സസൈസിന്റെ ബെനിഫിറ്റ് ആണെന്ന് ഓർക്കുക. അപ്പൊ ഹാർട്ട് റിലേറ്റ് ചെയ്ത് ഹാർട്ടിന് ബോഡി പാർട്ട് എക്സസൈസ് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് വെച്ചാൽ ഇറ്റ് സ്ട്രെങ്തൻസ് ഹാർട്ട് മസിൽസ് അല്ലെങ്കിൽ ഹൃദയപേശികളെ അത് ദൃഢമാക്കുന്നു. അതുപോലെ ഇറ്റ് അലോസ് ഇറ്റ് ടു പമ്പ് ബ്ലഡ് മോർ എഫിഷ്യന്റ്ലി. അതുപോലെ തന്നെ ഹൃദയത്തിലേക്ക് രക്തം വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ കാര്യക്ഷമതയോടെ രക്തം പമ്പ് ചെയ്യാൻ സഹായിക്കുന്നു. രക്തക്കുഴലിലൂടെ അല്ലെങ്കിൽ ഹൃദയത്തിലൂടെ രക്തം വളരെ കാര്യക്ഷമമായിട്ട് ഹൃദയത്തിലൂടെ രക്തം ഒഴുകുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യുന്നു അല്ലെ, BP അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നതും ഏതാണ്? ഈ പറയുന്ന എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. അപ്പൊ ഹൃദയപേശിയെ ശക്തിപ്പെടുത്തുന്നു. അതുപോലെ രക്തയോട്ടം ഹൃദയത്തിലൂടെ അല്ലെങ്കിൽ
ഹൃദയത്തിന് രക്തം കൃത്യമായ രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ കാര്യക്ഷമമായ രീതിയിൽ പമ്പ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഹാർട്ട് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസീസ് അല്ലെങ്കിൽ ഹൃദയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ കുറയ്ക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ഇനി ബ്ലഡ് വെസൽസ് എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡ് വെസൽസിന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇറ്റ് ഇംപ്രൂവ്സ് ഇലാസ്റ്റിസിറ്റി ഓഫ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിന്റെ ഇലാസ്തികത അല്ലെങ്കിൽ അതിന് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുന്നു അല്ലെ. അത് എന്താണ് ഈ പറയുന്ന എക്സസൈസിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. ഇറ്റ് ഇംപ്രൂവ്സ് ഇലാസ്റ്റിസിറ്റി ഓഫ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിന്റെ ഇലാസ്തികത വർദ്ധിപ്പിക്കുന്നു. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഹെൽത്തി ബ്ലഡ് ഫ്ലോ. ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ രക്തോട്ടം നല്ല രീതിയിൽ നടക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ ഇത് റെഡ്യൂസസ് റിസ്ക് ഓഫ് ഹാർട്ട് റിലേറ്റഡ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ ചെറുക്കുന്നതിനും സഹായിക്കും. അപ്പൊ ഇത്രയാണ് ഡിഫറെന്റ് ബോഡി പാർട്സിലെ എക്സസൈസിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളത്. അപ്പൊ മക്കളെ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഇത് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം തീർച്ചയായും ഈ ചാനൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഈ ക്ലാസ് ഫോളോ ചെയ്യുക. ഈ ക്ലാസ് ഫോളോ ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഫ്രം മീ. താങ്ക് യു.